നമസ്കാരം. പശ്ചിമേഷ്യയിൽ US-ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള പോരാട്ടം ശക്തമാകുന്നു. US-ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ പശ്ചിമേഷ്യയിലെ വ്യോമ ഗതാഗതം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ഖത്തർ തങ്ങളുടെ വ്യോമപാത അടച്ചതോടെ ഖത്തർ എയർവേസ് എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചു. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പച്ചക്കൊടി ലഭിച്ചാൽ മാത്രമേ സർവീസുകൾ പുനരാരംഭിക്കൂ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം റിയാദിലെ US എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പല വിമാനങ്ങളും വഴിതിരിച്ചുവിട്ടു. അബുദാബിയിലേക്ക് പുറപ്പെട്ട 2 ഇത്തിഹാദ് എയർലൈൻസ് വിമാനങ്ങൾ സുരക്ഷ മുൻനിർത്തി ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ ഇറക്കി. വ്യോമപാതകൾ അടച്ചതും സർവീസുകൾ റദ്ദാക്കിയതും ആയിരക്കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നതിനൊപ്പം ആഗോള വിമാന സർവീസുകളെ വൻതോതിൽ ബാധിച്ചിരിക്കുകയാണ്. ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ US എംബസിക്ക് തീപിടിച്ചു. മേഖലയിലാകെ സംഘർഷം വ്യാപിച്ചതോടെ വ്യോമ ഗതാഗതം തടസ്സപ്പെടുകയും നയതന്ത്ര കാര്യാലയങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്യുകയാണ്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ നയതന്ത്ര മേഖലയിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണം പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷാ മേഖലയിലുള്ള US എംബസിയെ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമായും ആക്രമണം നടന്നത്. ഇറാൻ അയച്ച 2 ഡ്രോണുകൾ എംബസി വളപ്പിൽ നേരിട്ട് പതിക്കുകയും ഇതിനെ തുടർന്ന് കെട്ടിട സമുച്ചയത്തിൽ വലിയ രീതിയിലുള്ള തീപിടുത്തമുണ്ടാവുകയും ചെയ്തു. എംബസിക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും സൗദി പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നയതന്ത്ര മേഖലയെ ലക്ഷ്യമാക്കി കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും സൗദി വ്യോമ പ്രതിരോധ സേനയുടെ ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കി. എംബസി ലക്ഷ്യമാക്കി എത്തിയ 4 ഡ്രോണുകളെ സൗദി സേന ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിട്ടു. എങ്കിലും റിയാദിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി പരത്തിയിരിക്കുകയാണ്. നയതന്ത്ര കാര്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിൽ സുരക്ഷ ശക്തമാക്കുകയും പ്രദേശം പൂർണ്ണമായും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. റിയാദിലെ എംബസിക്ക് നേരെയുണ്ടായ ഈ നീക്കത്തോട് കടുത്ത ഭാഷയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. അമേരിക്കയുടെ നയതന്ത്ര കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായ ഈ ആക്രമണത്തിന് ഒട്ടും വൈകാതെ തന്നെ ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതോടെ US-ഇസ്രായേൽ സഖ്യം ഇറാനുമേൽ കൂടുതൽ കടുപ്പമേറിയ സൈനിക നടപടികൾ സ്വീകരിക്കുമെന്ന ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു വലിയ യുദ്ധത്തിലേക്കാണ് മേഖല നീങ്ങുന്നതെന്ന സൂചനയാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്നത്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് മേഖലയിലെ മറ്റ് നയതന്ത്ര കാര്യാലയങ്ങളും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. കുവൈറ്റിലെ US എംബസി താൽക്കാലികമായി അടച്ചുപൂട്ടുകയും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു. സമാനമായ രീതിയിൽ സൗദിയിലെ കനേഡിയൻ എംബസിയും സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിട്ടുണ്ട്. എംബസി ഉദ്യോഗസ്ഥരോടും പൗരന്മാരോടും അതീവ ജാഗ്രത പാലിക്കാനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും അതത് രാജ്യങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികളെ ബസ്സുകളിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ സ്റ്റുഡൻസ് അസോസിയേഷൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിരന്തരമായി എംബസിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്.